സിനിജി, ഖമനേയി എവിടെ എന്നുള്ളൊരു ചോദ്യം, ചത്തോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഇസ്രായേൽ തീർത്തോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ചത്തിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോ മനസ്സിലാക്കാൻ ഇതുവരെ കേട്ടത് കോമയിലാണതൊക്കെയാണ്. ഇപ്പോ കഴിഞ്ഞ മാസം തന്നെ, അതായത് ഖമനേയി സ്ഥാനം ഒഴിയുന്ന മുൻപ് തന്നെ മകൻ, അച്ഛനേക്കാൾ വലിയ മത തീവ്രവാദിയായ മകനെ ആ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്? ഇത്രയും നാൾ അറിഞ്ഞിരുന്ന അയത്തുള്ള അലി ഖമനേയി രോഗബാധിതനായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് തീരെ വയ്യ. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് അദ്ദേഹം കോമ സ്റ്റേജിലാണ്. ഇന്നലെ രാത്രിയിലൊക്കെ പല മാധ്യമങ്ങളിലും അത്തരം വാർത്തകൾ വന്നു. അപ്പോൾ അയത്തുള്ള അലി ഖമനേയി തീർന്നോ, ഇനി അദ്ദേഹം ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയൊക്കെ വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത് അയത്തുള്ള അലി ഖമനേയിക്ക് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം പഴയ പോലെ ആരോഗ്യവാനായി നിൽക്കുന്നുണ്ട്, 85 വയസ്സുണ്ട്. ഇപ്പോൾ ഖമനേയിയുടെ മകനായ മൊജ്താബ് ഖമനേയി അടുത്ത ആയത്തുള്ളയായി നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന് സ്ഥാനാരോഹണം നൽകുന്നു. നേരത്തെ നമുക്കറിയാലോ ഖൊമൈനി നിന്നപ്പോൾ ഖൊമൈനിയുടെ കൂടെ നിന്ന ആളാണ് ഈ ഖമനേയി എന്ന് പറയുന്നത്. ഖൊമൈനി 1989 മരിച്ചതിന് ശേഷമാണ് ഈ ഖമനേയി എന്ന് പറയുന്ന പുതിയ ആയത്തുള്ള അവിടെ വന്നത്. ഈ ആയത്തുള്ളയ്ക്ക് പുതിയ ആയത്തുള്ളയായിട്ട് ഖമനേയിയുടെ മകനെ കൊണ്ടുവരണം. ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ് ഈ മൊജ്താബ് ഖമനേയി. കൊണ്ടുവരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് നിലവിൽ അവിടെ അധികാര സ്ഥാനമൊന്നുമില്ല. എങ്കിൽ പോലും ഇറാൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചരട് വലിച്ചത് ഈ മകനായ മൊജ്താബ് ഖമനേയി ആണെന്ന് പറയുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കാരണം അച്ഛൻ അവിടെ പരമോന്നത നേതാവാണല്ലോ. 85 വയസ്സോളം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മകനാണ്. ഈ മകൻ്റെ പ്രത്യേകത കൂടുതൽ വലിയ തീവ്രവാദിയാണ്, പരിഷ്കരണത്തിന് ഭയങ്കര എതിരാണ്. അച്ഛൻ എത്രത്തോളമാണോ അതിനേക്കാൾ വലിയത്. അതായത് അവിടെ ഒരു പരിഷ്കരണവും വേണ്ട, ഇറാൻ അത്തരത്തിലുള്ള ഒരു പരിഷ്കൃത സമൂഹമായി മാറരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ മൊജ്താബ്. അപ്പോൾ മൊജ്താബ് ഖമനേയി അങ്ങോട്ട് അധികാരത്തിലേക്ക് എത്തുന്നതിന് ഇറാൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ 26 ഏതാണ്ട് 60 അംഗങ്ങളുള്ള ഒരു യോഗത്തിൽ വെച്ചാണ് ഈ ഖമനേയി പുതിയ ആയത്തുള്ളയായിട്ട് മകൻ മൊജ്താബിനെ പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഏകകണ്ഠേന ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഈ തീരുമാനം ഒരു കാരണവശാലും പുറത്തേക്ക് വരരുതെന്ന് കൃത്യമായ നിർദ്ദേശം ഖമനേയി നൽകിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഈ വിവരം പുറത്തേക്ക് ചോർന്നു പോയാൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. ഒന്ന് വെച്ചാൽ ഒരുപക്ഷെ തല വെട്ടുന്നത് പോലെയുള്ള ക്രൂരമായ നിലപാട് ഇറാൻ സ്വീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ആരെയും അറിയിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും എത്രയും പെട്ടെന്ന് പുതിയ ആയത്തുള്ളയായി മൊജ്താബ് ഖമനേയിയെ നിയമിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇസ്രയേലി പോസ്റ്റ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ ഖമനേയി എന്ന് പറയുന്ന നിലവിലെ ആയത്തുള്ള ഏതാണ്ട് പൂർണ്ണമായും രോഗശയ്യയിലാണെന്നാണ്. പക്ഷേ അവർ ഇപ്പോൾ ഒരു ചിത്രം പുറത്തു വിട്ടിരിക്കുന്നു. അതായത് ഈ ഖമനേയിക്ക് കുഴപ്പമൊന്നുമില്ല, 85 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം പഴയ ആരോഗ്യത്തോടു കൂടി തന്നെ അവിടുത്തെ നയതന്ത്ര പ്രതിനിധിയുമായി ചർച്ച നടത്തുന്നതിൻ്റെ ഒരു ചിത്രമാണ് പുറത്തു വന്നത്. അപ്പം 2 രീതിയിൽ പറയാം. ഈ ചിത്രം വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാലോ, അതെ, മോർഫ് ചെയ്ത് വേണമെങ്കിൽ ഇവരായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഏതൊക്കെ തരത്തിലാണ് പുറത്തുവിടുന്നത്. അദ്ദേഹം ഇനി ജീവനോടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഉണ്ട് എന്ന് വരുത്തി തീർക്കാനായി നടത്തുന്ന ശ്രമങ്ങളാണോ ഇതൊക്കെ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഈ 1987-88 കാലഘട്ടത്തിൽ ഇറാൻ ഇറാഖ് ഒരു യുദ്ധം നടന്നിരുന്നു. ഈ യുദ്ധത്തിൽ ഈ മൊജ്താബ് ഖമനേയി പങ്കെടുത്തിരുന്നു. അപ്പം മൊജ്താബിനെ പങ്കെടുപ്പിക്കാനായിട്ടൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല നിലവിലെ ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പരിശീലനം വേണമായിരുന്നു. അപ്പോൾ ഇയാൾക്ക് അറബ്, പേർഷ്യൻ, ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ പ്രാവീണ്യമുണ്ട്, അതുപോലെ യുദ്ധതന്ത്രങ്ങളിലുണ്ട്. മാത്രമല്ല അവിടെ നേരത്തെ അഹമ്മദി നജാദ് എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുന്നതിന് 1996-ലും 2005-ലും 2009-ലും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതും ഈ മൊജ്താബായിരുന്നു. അപ്പോൾ ഈ ഇറാനിയൻ പ്രസിഡന്റുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിനുശേഷമാണ് നമുക്കറിയാലോ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു പ്രസിഡന്റ് കൊല്ലപ്പെട്ടത്. അപ്പം അദ്ദേഹം കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുതിയ ആയത്തുള്ള അദ്ദേഹത്തെ നിയമിക്കാനായിരുന്നു ഈ ഖമനേയിയുടെ തീരുമാനം. പക്ഷേ ഇത് സംഭവിച്ചതിന് ശേഷം, ഈ മരണത്തിന് ശേഷം അവിടെ ആരായിരിക്കണം അടുത്ത ആത്മീയ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ എല്ലാ കാര്യങ്ങളും അന്തിമമായി നടപ്പാക്കുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ഈ ആത്മീയ ആചാര്യനാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ ഒരുപാട് പേരിങ്ങനെ കുപ്പായം ധരിച്ചിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഈ ഖമനേയി വളരെ കാർക്കശ്യ സ്വഭാവത്തോടെ യോഗം കൂടുകയും സെപ്റ്റംബർ 26 തൻ്റെ രണ്ടാമത്തെ മകനായ മൊജ്താബിനെ പുതിയ ഖമനേയിയായി നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇനി എന്നാണ് അദ്ദേഹം ആ ചുമതലയിലേക്ക് വരുന്നതെന്ന് മാത്രമാണ് പുറത്തറിയാനുള്ളത്. ഒരു പക്ഷേ ഈ വിവരം നേരത്തെ ചോർന്നു എന്നതിൻ്റെ ചില സൂചനകളും പുറത്തു വരുന്നു. കാരണം നമുക്കറിയാമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹു ഇംഗ്ലീഷിലൊരു പ്രസംഗം നടത്തിയിരുന്നു. അത് പറഞ്ഞിരുന്നു, ഇറാനിലെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ട റിസോഴ്സ്, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഇറാനിലെ മതഭരണകൂടം കൊള്ളയടിക്കുകയും അത് മുഴുവൻ തീവ്രവാദികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ റോഡ്, അടിസ്ഥാന സൗകര്യങ്ങൾക്കൊന്നും തന്നെ വികസനമില്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയല്ല
ഈ മത തീവ്രവാദികൾ ഭരിക്കുന്നതെന്ന് ഈ നെതന്യാഹു ഒരു നിർദ്ദേശം പോലെയാണ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാരണവശാലും മത തീവ്രവാദികൾക്ക് നിങ്ങൾ പിന്തുണ നൽകരുത്, നിങ്ങൾ ഇറാനിയൻ ജനതയെ സംരക്ഷിച്ചോളാം, നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ മൊജ്താബ് ഖമേനിയെ അടുത്ത ആയത്തുള്ളയായി വരും എന്നതിൻ്റെ സൂചനകൾ കിട്ടുകയും അതുകൊണ്ട് ഇറാനിയൻ ജനതയെ നിങ്ങൾ സൂക്ഷിച്ചോ, ഈ മത നേതൃത്വത്തെ നിങ്ങൾ അംഗീകരിക്കരുത് എന്നുള്ളതിൻ്റെ പരോക്ഷമായ ഒരു സൂചനയാണ് നെതന്യാഹു നൽകിയിരുന്നത് എന്നതിൻ്റെ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ മൊജ്താബ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയില്ല, കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ് ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്ക് തുറക്കുന്നു. അതായത് ഹിജാബ് ധരിക്കാത്ത ആളുകൾക്കൊക്കെ മാനസിക പ്രശ്നമാണ്, പരിശോധിക്കണമെന്നുമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതാണ് ഈ തീവ്രവാദത്തിന് മറ്റൊരു, അതായത് ഹിജാബ് ധരിക്കാത്ത ആളുകൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തീർത്തും മതപരമായ രീതിയിലേക്ക് ഈ മൊജ്താബ് ഇടപെടുകയാണ്. എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഹിജാബ് ധരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാനസിക പ്രശ്നമാണ്, അവരെ ഈ പറയുന്ന ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കിൽ കൊണ്ടുവരുന്നു. ഈ ട്രീറ്റ്മെൻറ്റ് ക്ലിനിക്കിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുമോ? അറിയില്ല. ഒരു പക്ഷേ മാരകമായി ഉപദ്രവിക്കുകയായിരിക്കും, ക്രൂരമായ പീഡനങ്ങൾക്ക് ഇവർ വിധേയരാകേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഖമനേയ്ക്ക് മാത്രമേ നൽകാവൂ എന്ന് ഉത്തരവുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലിനിക്കിൽ എന്താണ് നടക്കുന്നതെന്നും അവിടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള സൂചനകൾ വരുന്നു. അതായത് മൊജ്താബ് വരുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ കൂടി അവിടുത്തെ നിയമങ്ങൾ കാർക്കശ്യമാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഖമനൈ എത്രത്തോളം ക്രൂരനായിരുന്നു, എത്രത്തോളം പരിഷ്കരണത്തിനെതിരായിരുന്നോ അതിനപ്പുറത്തേക്ക് മൊജ്താബ് ഖമേനി എന്ന് പറയുന്ന പുതിയ നേതാവ് രംഗപ്രവേശം ചെയ്യുക. അതോടുകൂടി ഇറാൻ കൂടുതൽ കുഴിയിലേക്ക് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സ്വാതന്ത്ര്യം കൂടെ നിലച്ചു പോവുകയാണ്. അപ്പോൾ ഇറാനിൽ ഇപ്പം നിലവിൽ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നു, സൈനിക സ്ഥിതി ആകെ തകർന്നു, ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഖമനൈ വെല്ലുവിളി നടത്തിയതൊക്കെ വെറും പാഴ്വാക്കാണെന്ന് ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇസ്രായേൽ ഏത് നിമിഷവും ഇറാന് നേരെ ഒരു ആക്രമണം നടത്താം. അങ്ങനെ ആക്രമണം നടത്തിയാൽ ഈ പറയുന്ന മൊജ്താബ് ഖമനയെ വേണം ഇനി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ. കാരണം അവിടുത്തെ ഇപ്പം പെഷസ്കിയാനൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായ നേതൃത്വം അല്ലെങ്കിൽ പൂർണ്ണമായ തീരുമാനം എടുക്കുന്ന ഈ മത നേതാവാണ്. ഇത്തരത്തിലുള്ള മതഭ്രാന്തമായി നടക്കുന്ന മത നേതാവ് ഇത്തരം ഒരു തീരുമാനമെടുത്താൽ ആ രാജ്യത്തിൻ്റെ ഭാവി എന്താണെന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് മതം ഇങ്ങനെ തലക്ക് പിടിച്ചവർ പിന്നെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടൊക്കെ വരുമ്പോൾ ആ രാജ്യത്തുള്ള സ്ത്രീകളുടെ ഒരു സുരക്ഷ എത്രത്തോളമായിരിക്കും. അവർ ശാരീരികമായി മാനസികമായി പീഡിപ്പിക്കപ്പെടും, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടും, ഏത് മേഖലയിലും എല്ലാ മേഖലയിലും അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇറാന്റെ കാര്യമൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇനി ഈ ഒരു അച്ഛനേക്കാൾ വലിയ മത തീവ്രവാദിയായ മകൻ വരുമ്പോൾ അത് ഇറാനെ സുനിച്ച് പറഞ്ഞതുപോലെ പടുകുഴിയിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അല്ലേ? അതെ, സെപ്റ്റംബർ 26 ഈ യോഗം നടന്നെങ്കിലും ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വിവരം പുറത്തു വരുന്നത്. അതായത് മകനെ പുതിയ ആയത്തുള്ളയാക്കാനുള്ള ഒരു തീരുമാനം. അപ്പോൾ അത്രയും രഹസ്യമായി ഇവർ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കെ മകന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാരോഹണ ചടങ്ങ് എത്രയും വേഗം സംഘടിപ്പിക്കും. അപ്പോൾ ഇറാനിലെ നിലവിലുള്ള ഭരണസമിതിയുടെ അല്ലെ ഭരണകൂടത്തിൻ്റെ വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ടായിരിക്കും ഈ മൊജ്താബ് ഖമനൈ പുതിയ ആയത്തുള്ളയായി മാറുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിനും ചെറിയ ഞെട്ടലുണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇസ്രായേൽ പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും മൊസാദും ഒക്കെ ഉള്ളിടത്തോളം കാലം പിന്നെ ഖമനയുടെ മകൻ എത്ര കാലം ആയുസ്സുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.